ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇഫ്താറിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംലാൻ കരീം. പിന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഒരു റെസിപ്പി, ഒരു സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫുള്ള് ചിക്കൻ എടുത്തു. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് ബോൺലെസ് പീസസ് മാത്രം സെലക്ട് ചെയ്തു. ബോൺലെസ് പീസസ് എടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പെപ്പർ പൗഡറും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്തു. അതിലേക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച, അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ആ ബോൺലെസ് പീസസ് നമ്മൾ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളത്തിൽ മുങ്ങിയൊന്നും കിടക്കണ്ട, കുറച്ച് വെള്ളം അങ്ങ് തളിച്ചു കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു. അതിനുശേഷം കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിതാ റെഡിയാക്കി. നമുക്ക് ജിഞ്ചർ, ഗാർലിക്ക്, സവോള, ഗ്രീൻ ചില്ലി, കറിവേപ്പില. അപ്പോൾ ഇത്ര ഐറ്റംസ്. അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്, കട്ട്ലേറ്റിന് വേണ്ടി ഏറ്റവും ആദ്യം അതാണ് വേണ്ടത്. പിന്നെ നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടി വേണ്ടത്, ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബോൺലെസ് പീസസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഏകദേശ ഐറ്റംസൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 സവോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ വെന്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ വേവിച്ചത്, പിന്നെ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് കുക്കിങ്ങിലേക്ക് കയറാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്, അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പാനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ആ ഒരു മണം കിട്ടുന്നത് വരെ നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് അതൊന്ന് മൂക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു 4-5 സവോള, ഒരു മീഡിയം സൈസ് 4-5 സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. കാരണം നമ്മുടെ ആ ഒരു ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കറിവേപ്പില, സവോള എല്ലാം കൂടി ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഉപ്പും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നോമ്പ്, ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഇഫ്താർ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡേയിലുള്ള കുക്കിംഗ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ്റെ കട്ട്ലേറ്റ് റെസിപ്പി മാത്രമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു സവോളയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബോൺലെസ് പീസസ് ചെറുതായിട്ട് ഒന്ന് കൈ കൊണ്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും തളിച്ചു കൊടുത്ത് നമ്മളൊന്ന് പാനിൽ ഒരു 10 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് പെപ്പർ പൗഡറും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ഈ ചിക്കൻ പീസസ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ പീസസും കൂടി നമുക്ക് ഈ വെന്ത് വരുന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ സവോള എന്ന് പറയുന്നത് കുറച്ച് നേരം
നേരം ഈ ഒരു മിക്സ് നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ സവോള എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരു ഫ്രൈഡ് ഫോം ആവണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവോള എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെന്ത് ഉടഞ്ഞ് അങ്ങ് അലിഞ്ഞു പോകരുത്. സവോള നമുക്ക് കുറേയൊക്കെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വെന്തു, സവോള ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവോള ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് വേവരുത്, കുറച്ച് ഹാർഡായിട്ട് ഇരുന്നോട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കനും എല്ലാം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാക്കി എന്തെങ്കിലും ഒന്ന് കുക്കാവാനുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കിടന്ന് കുക്കായിക്കോളും. അപ്പോൾ ആ സവോളയിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ക്രഷ് ചെയ്തത് എല്ലാം ചേർക്കുന്നുണ്ട്. എങ്കിലും ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ചിക്കൻ മിക്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നീട് നമ്മുടെ പൊട്ടറ്റോ മിക്സും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഭയങ്കര നല്ലൊരു സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇപ്പോൾ ടേസ്റ്റി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും നമ്മുടെ ചിക്കനും ഒക്കെ ഒരു 70% അല്ലെങ്കിൽ ഒരു 80% ആണ് കുക്കായത്. ബാക്കിയുള്ള പോർഷനും കൂടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പം സവോള എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ഒരു ഫ്രൈഡ് ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും വേകാനുള്ളത് വേവട്ടെ, നമ്മുടെ ചിക്കനും വേവാനുള്ളത് വേവട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും സവോള ആണെങ്കിലും നമുക്ക് കടിക്കാൻ കിട്ടണം. ഒന്നും വെന്ത് അലിഞ്ഞ് ഉടഞ്ഞു പോകരുത്. പിന്നെ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഓവർ കുക്കാവരുത്, ചിക്കൻ എന്ന് പറയുന്നത് ഓവർ കുക്കാകരുത്. അതായത് വെള്ളത്തിൻ്റെ മയം ഒരുപാട് ഉണ്ടാവരുത്, ഡ്രൈ ആയിട്ടിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട്ലേറ്റ് ലാസ്റ്റ് ഷേപ്പ് പിടിക്കുമ്പോൾ വളരെ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. ബ്രെഡ്, ഒരു 4-5 സ്ലൈസ് ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തു. അതിനുശേഷം ഒരു 2-3 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് നമുക്ക് ഇപ്പോൾ പൊട്ടറ്റോടെയൊക്കെ ചെറിയ ചെറിയ പീസസൊക്കെ കാണാം. നമ്മൾ കൈകൊണ്ട് തന്നെ ചൂടൊന്നാറിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ചിക്കൻ പൊട്ടറ്റോ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് കൊടുക്കണം. അപ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ വേണം നമ്മൾ കുഴച്ച് കൊടുക്കാനും ഷേപ്പ് പിടിക്കാനും. അപ്പോൾ എങ്കിലും മാത്രമേ നമ്മുടെ കട്ട്ലേറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട്, അപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. അപ്പോൾ ചിക്കൻ നമ്മൾ പിച്ചി ഇട്ടിരിക്കുന്ന ചിക്കൻ പീസസും നന്നായിട്ട് ഉടഞ്ഞ് ആ ഒരു ഫോമിൽ കിട്ടണം, മാവ് പോലെ കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ മാറി, അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് കുഴച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി കൈയുടെ നടുക്ക് വെച്ച് പ്രസ് ചെയ്ത് ഓരോരോ ബോൾസ് ആക്കി മുട്ടയുടെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് പൊടിയിലും ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് കട്ട്ലേറ്റ് ഇങ്ങനെ ഓരോരോ പീസസായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം ആ ഒരു ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ചൂടോടുകൂടി ഫ്രഷായിട്ട് പൊരിച്ചു പോരും. അപ്പോൾ ബാക്കിയുള്ള നമ്മളുടെ കഴിക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഇഫ്താർ ടൈമിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ
ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അതാ ബാക്കി നമുക്ക് ഇന്നത്തേന് വേണ്ട ഒരു 8-10 ഞാൻ കട്ട്ലേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒന്നും കൂടി ഒന്ന് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഒന്ന് കോട്ടാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ചിക്കൻ കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റമളാൻ കരീം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.